ഞാൻ ആദ്യമായിട്ടൊരു വിദേശ ചിത്രം കാണുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊരു സായാഹ്നത്തിൽ ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ച് ഞങ്ങൾ നടന്നു വരുമായിരുന്നു. നടന്നു വരുമ്പോൾ അസംബ്ലി റൂംസ് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് സിനിമ മാത്രം കാണിക്കുന്ന, ഇന്നും ഞാൻ അടുത്ത കാലം 42 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ പോയപ്പോൾ ആ തിയേറ്റർ മാത്രം ഇപ്പോഴും അവിടെ ഉണ്ട്. അസംബ്ലി റൂംസ് വളരെ കൊച്ചു തിയേറ്ററാണ്, ഇംഗ്ലീഷ് ഫിലിംസാണ് കാണിക്കുക. അപ്പം ഞാൻ അവിടെ ഒട്ടിച്ച പോസ്റ്റർ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് 2 പ്രാവശ്യം നോക്കുന്ന കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു എന്നോട്, നിനക്കൊരു ഇംഗ്ലീഷ് സിനിമ കാണണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ തലയാട്ടി. ബാറ്റിൽ ഓഫ് ദ ബൾജ് എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. ഒരു ബ്രിട്ടീഷ് വാർ ഫിലിമാണ്. അതിന് 11 വയസ്സായിരിക്കുമ്പോൾ എൻ്റെ അച്ഛനാണ് എന്നെ ആദ്യമായിട്ടൊരു വിദേശ സിനിമ കാണും. ഇവിടെ ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ സിനിമയിൽ എനിക്കുള്ള അഭിനിവേശം ജനിപ്പിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനാണ്. എൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഗ്രീഷ്മമാണ്. അത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചിട്ടാണ് അതിൻ്റെ 75% ഷൂട്ടിങ്ങും നടക്കുന്നത്. കൊച്ചി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഏതാണ്ട് അതിന് വലിയ ഏരിയ, വളരെ വിശാലമായ ഏരിയയുള്ളൊരു സർവകലാശാല വളപ്പാണ്. അതിൻ്റെ ജസ്റ്റ് ബോർഡറിനപ്പുറത്തായിട്ട് ഒരു വലിയൊരു വാഗമരം, ചുവന്ന പൂക്കൾ വിടർത്തിയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രം, അതിന് ഇംഗ്ലീഷുകാർ മേ ഫ്ലവർ എന്നും വിളിക്കാറുണ്ട്, മെയ് മാസത്തിൽ പൂക്കുന്ന പൂക്കൾ എന്നുള്ള ഉദ്ദേശത്തിൽ. ആക്ച്വലി ഗ്രീഷ്മത്തിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ ഡിപ്ലോമ ഫിലിം സ്ക്രിപ്റ്റാണ്. അതിൻ്റെ പേര് മേ ഫ്ലവർ എന്നാണ് ഞാൻ ആ സ്ക്രിപ്റ്റിന് പേര്. മലയാളത്തിൽ സിനിമയാക്കിയപ്പോൾ ഗ്രീഷ്മം, വേനൽക്കാലത്തിൽ പൂക്കുന്ന ഈ ചുവന്ന വാഗപ്പൂക്കൾ വളരെ പുഷ്പിച്ച് നിൽക്കുന്ന ഒരു വലിയ മരത്തിൻ്റെ താഴെ വെച്ചിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ലൊക്കേഷൻ എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ആദ്യത്തെ തിരക്കഥ എന്ന് പറയുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 3 വർഷത്തെ പഠനം കഴിയുമ്പോൾ ലാസ്റ്റ് സെമിസ്റ്ററിൽ ഞാൻ തിരക്കഥ, രചന, സംവിധാനമാണ് ആദ്യത്തെ 2 വർഷം പഠിച്ചത്. ഒരു കോമൺ കോഴ്സാണ്. അന്ന് നിലവിലിരുന്ന് ഇത് വെച്ചിട്ട് ലാസ്റ്റ് 2 സെമിസ്റ്റേഴ്സിലെ ഒരു സ്പെഷ്യലൈസേഷൻ, ആ സ്പെഷ്യലൈസേഷൻ ഞാൻ സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിലാണ് ചെയ്തത്. അതിൻ്റെ ഏക വ്യത്യാസം, അത് സ്പെഷ്യലൈസ് ചെയ്യുന്നവർ 2 ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് എഴുതണം. ഒരു ഒറിജിനലും ഒരു അഡാപ്റ്റേഷൻ. ഏതെങ്കിലും സാഹിത്യകൃതിയെ അവലംബമാക്കിയ ഒരു തിരക്കഥയും, അല്ല നമ്മുടെ തന്നെ കഥയെ അവലംബമാക്കി വേറൊരു തിരക്കഥ. ഡയറക്ഷൻ സ്പെഷ്യലൈസ് ചെയ്യുന്നവർ ഒരു സ്ക്രിപ്റ്റ് കൊടുത്താൽ ഫീച്ചർ ഫിലിം, ഒരു ഒറിജിനൽ മാത്രം, പിന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു ഡോക്യുമെൻ്ററി ഫിലിമും ചെയ്യണം. ജൂൺ മാസത്തിലാണ് ഞങ്ങൾക്കിത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ കുറേ ഞാൻ ഫിലിം പൂനെയിലിരുന്നു. പിന്നെ സെക്കൻഡറാബാദിൽ എൻ്റെ ചെറിയച്ഛനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്തും പോയിട്ടാണ് ഞാൻ ഈ മേഫ്ലവർ എന്നുള്ള എൻ്റെ ഒറിജിനൽ ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് എഴുതുന്നത്. എൻ്റെ ആദ്യ ചിത്രത്തിലെ നായകനായിട്ട് ആക്ട് ചെയ്തത് E.A. രാജേന്ദ്രൻ. അയാൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം വന്നപ്പോൾ ഫിലിം മാഗസീനിൽ ഞാൻ ഈ സബ്മിറ്റ് ചെയ്ത ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് മേഫ്ലവറിന് എനിക്ക് ഡിസ്റ്റിങ്ഷൻ ലഭിക്കുകയുണ്ടായി. ഇതൊരു വാർത്തയായിട്ട് എൻ്റെ സഹപാഠിയായിരുന്നു കള്ളിക്കാട് രാമചന്ദ്രൻ. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ പുള്ളി ഒരു ചെറിയ വാർത്തയായിട്ട് കൊടുത്തു ഫിലിം മാഗസീനിൽ. VR ഗോപിനാഥന് തിരക്കഥാ രചനയിൽ ഡിസ്റ്റിങ്ഷൻ പറഞ്ഞിട്ടൊരു ന്യൂസായിട്ടായിട്ട് കൊടുത്തു. ഈ ന്യൂസ് വായിച്ചിട്ട് രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നോട് ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കൊടുത്തതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇംഗ്ലീഷിൽ എഴുതിയ തിരക്കഥയുടെ. ഞാനത് വായിക്കാൻ കൊടുത്തു. ഒരു 1-2 മാസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് ചോദിച്ചു, ഇതിൽ മെയിൻ ക്യാരക്ടറിനെ ഞാൻ വർക്ക് ചെയ്താൽ നന്നായിരിക്കുമോ ചോദിച്ചു. അപ്പോൾ രാജേന്ദ്രൻ്റെ ആകാരം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓക്കെ ആയിരിക്കും. ഗ്രീഷ്മത്തിലെ നായിക ജലജ അന്ന് തമ്പ്, രാധ എന്ന പെൺകുട്ടി 2 ചിത്രങ്ങളിൽ ആക്ട് ചെയ്ത്, സൂര്യൻ്റെ മരണം 3 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസിൽ ആക്ട് ചെയ്ത്, ആ കുട്ടി ആദ്യം ആക്ട് ചെയ്യുന്ന കളർ ഫിലിം 4ാമത്തെ ഫിലിമാണ് ഗ്രീഷ്മ. ജലജയും അതുപോലെ ഭരത് ഗോപിയുടെ 4ാമത്തെ ചിത്രമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. പെരുവഴിയമ്പലം, സ്വയംവരം, കൊടിയേറ്റം. അദ്ദേഹം തമ്പ് 5ാമത്തെ ചിത്രം, ആദ്യത്തെ കളർ ഫിലിമാണ് ഈ ഗ്രീഷ്മം. ഒരു സൈക്കോളജി പ്രൊഫസറുടെ വേഷമാണ്. അദ്ദേഹത്തിൻ്റെ മകളായിട്ടാണ് ജലജ വരുന്നത്. അങ്ങനെ ഭരത് ഗോപിയും ജലജയായിട്ടുള്ള ഒരു രംഗമാണ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഭരത് ഗോപി അന്ന് തന്നെ നാഷണൽ അവാർഡ് വാങ്ങിയ ശേഷം ഉള്ള ആദ്യത്തെ ചിത്രമാണ് പുള്ളിയുടെ. ആദ്യത്തെ ക്യാമറമാൻ എന്ന് പറയുന്നത് മധു അമ്പാട്ട്. ഫീച്ചർ ഫിലിം ഗ്രീഷ്മ ആണെങ്കിൽ
മധു അമ്പാട്ടാണ്. മധു ഞാൻ വിക്ടോറിയ കോളേജ് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ സീനിയറായിട്ട് 2 വർഷം സീനിയറായിട്ട് പഠിച്ചിരുന്നു. വിക്ടോറിയ കോളേജിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പുള്ളി എൻ്റെ 3 വർഷം സീനിയറായിരുന്നു. കാരണം ഞാനത് കഴിഞ്ഞ് MA പോയി 1 വർഷം, അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലാണ് ഡിസ്കണ്ടിന്യൂ ചെയ്ത്. ഡിഗ്രി കഴിഞ്ഞു BSc ആയിരുന്നു മധു. നേരെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. പുള്ളി ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡലോടുകൂടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമാറ്റോഗ്രാഫി കഴിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ചേരുമ്പോൾ മധു അമ്പാട്ട് അവിടെ നിന്ന് വിട്ടിരുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഞാൻ മദിരാശിയിൽ പോകുമ്പോഴെല്ലാം പോയി ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സുമായിട്ട് മാറി. വളരെ ഡെഡിക്കേറ്റഡായിട്ട് ഞാൻ വർക്ക് ചെയ്ത ഒരുപാട് ക്യാമറമാന്മാർ, ഷാജിയൻ കരുൺ, എൻ്റെ ആദ്യത്തെ ഡോക്യുമെൻ്ററി ചെയ്യുന്നത് ഷാജിയൻ കരുണാണ്. അദ്ദേഹം ഇന്ന് ഇൻ്റർനാഷണലി ഫേമസ് ഡയറക്ടറാണ്. മധു അമ്പാട്ട്, സന്തോഷ് ശിവൻ, ഒരുപാട് ക്യാമറാമാരുടെ കൂടെ ഞാൻ വർക്ക്. പക്ഷേ രാവും പകലും ഛായാഗ്രഹണ കലയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മധു അമ്പാട്ട്.